എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ചുള്ള കൃഷികൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമുക്ക് വിളവെടുക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നും ക്യാരറ്റ് വിളവെടുക്കുവാനായിട്ട് സാധിച്ചു. ശീതകാല പച്ചക്കറികളുടെ കൂട്ടത്തിൽ നമ്മൾ നട്ടു വളർത്തിയതാണ് ഈ ക്യാരറ്റ് ചെടികൾ. ഇതിലൂടെ നമ്മുടെ കുട്ടനാട്ടിലുമൊക്കെ ക്യാരറ്റ് നമുക്ക് നട്ടു വളർത്തി വിളവെടുക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലായി. സാധാരണ ക്യാരറ്റ് വിളവെടുപ്പിനായിട്ട് പാകമാകുന്ന കാലയളവ് 90 മുതൽ 100 ദിവസം വരെയാണ്. എന്നിരുന്നാലും നമ്മുടെ കുട്ടനാട്ടിലെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഏകദേശം 5 മാസത്തോളമായപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് വിളവെടുക്കുവാനായിട്ട് സാധിച്ചു. ഒരു ചെടിച്ചട്ടിയിൽ നമ്മൾ 2 ക്യാരറ്റ് ചെടിയാണ് നട്ടിരുന്നത്. അതിൽ നിന്നും നമ്മൾ ഈ കാണുന്നത് പോലെ ഒരു ചെടിയിൽ 1 ക്യാരറ്റും മറ്റൊരു ചെടിയിൽ ഇതുപോലെ 3 ക്യാരറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. ഇതിൽ നമുക്ക് സാധാരണ കാണുന്ന ക്യാരറ്റിനെക്കാട്ടിലും ഷേപ്പിലൊക്കെ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നും ക്യാരറ്റ് വിളവെടുക്കുവാനായിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലുമായിട്ട് ക്യാരറ്റ് ചെടികൾ നട്ടിരുന്നു. അതിൽ ഗ്രോ ബാഗിൽ നമ്മൾ നിറച്ചിരുന്നത് നമ്മുടെ സാധാരണ പോട്ടിംഗ് മിക്സ് ആണ്. പിന്നെ അതിൽ നമ്മൾ ഉപയോഗിച്ച മണ്ണ് നമ്മുടെ സാധാരണ വീട്ടിൽ കാണുന്ന മണ്ണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ക്യാരറ്റ് പിടിച്ച് കിട്ടിയ ചെടിച്ചട്ടിയിൽ നമ്മൾ നിറച്ചിരുന്നത് ചെങ്കൽ മണ്ണാണ്. ഒപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെയൊക്കെയുള്ള പോട്ടിംഗ് മിക്സാണ് ഉപയോഗിച്ചിരുന്നത്. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ക്യാരറ്റ് മാത്രമല്ല, ഈ മഴക്കാലത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വഴുതനങ്ങയും വിളവെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ മഴയൊക്കെ തുടങ്ങിയതിന് ശേഷം നിറയെ വഴുതനങ്ങ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതുകൂടെ വിളവെടുക്കാം. വേനൽക്കാലത്ത് നമ്മുടെ ചെടിച്ചട്ടിയിൽ വളർത്തിയിരുന്ന കറിവേപ്പൊക്കെ കുറച്ച് കീടങ്ങളൊക്കെ വന്ന് തിന്ന് നശിപ്പിച്ചായിരുന്നു. അതിനുശേഷം നമ്മളതിൻ്റെ തണ്ടൊക്കെ ഒടിച്ചു കൊടുത്തു. മഴ പിടിച്ചതിന് ശേഷം അത് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. മഴയായപ്പോൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിലൊക്കെ നിറയെ കളകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കളകൾ നിൽക്കുവാണെങ്കിൽ നമ്മുടെ ചെടികളിൽ കൂടുതൽ കീടങ്ങളൊക്കെ വരും. അപ്പം നമുക്കതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. നമുക്ക് കൈകൊണ്ടൊക്കെ എടുത്ത് മാറ്റാൻ പറ്റുന്നതിനെക്കാട്ടിലും കൂടുതൽ കളകളായി. അപ്പം നമുക്കതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. ഈ കാണുന്നതൊക്കെ നമ്മൾ അവസാനം നട്ടിട്ടുള്ള ചീരയൊക്കെയാണ്. അത് മുരടിച്ചു പോയതാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ മാറ്റി. പിന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ മഴക്കാലത്ത് വെച്ചിട്ടുള്ള ഒരു പയർ ചെടിയാണിത്. അപ്പോൾ ഇതിൽ പയർ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ കുറച്ചുകൂടെ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കൂടാതെ നമുക്ക് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെയുള്ള ജൈവവളവും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പയർ ചെടിയുടെ ചുവട്ടിൽ നമ്മൾ കരിയില ഉപയോഗിച്ച് പുതയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വളമിട്ടത് കൊണ്ട് തന്നെ ചെടിയുടെ ചുവട്ടിൽ നന്നായിട്ട് നമ്മൾ നനച്ചു കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ വഴുതനയുടെ ചുവട്ടിലുമൊക്കെ നമ്മൾ ആവശ്യത്തിന് വളമിട്ട് കൊടുത്തു. ഇത് നമ്മുടെ പച്ചമുളക് ചെടിയാണ്. ഇതിൽ നിറയെ പച്ചമുളക് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ചുവട്ടിലുമൊക്കെ ആവശ്യത്തിന് വളം ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ചെടികളൊക്കെ ആദ്യമായിട്ട് പൂക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിന് ആവശ്യത്തിനുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല വിളവ് ലഭിക്കുകയുള്ളൂ. പച്ചക്കറി ചെടികളിലൊക്കെ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിലേക്ക് പലതരം കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കീടങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ നമ്മൾ കീടനിയന്ത്രണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ എല്ലാ ചെടികൾക്കും നമ്മൾ വേപ്പെണ്ണ മിശ്രിതം തളിച്ചു കൊടുക്കുകയാണ്. പയറ് ചെടികളിലൊക്കെ മുഞ്ഞയുടെയൊക്കെ ആക്രമണം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ വരുന്നതിന് മുന്നേ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കീടനിയന്ത്രണ മാർഗ്ഗങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം ഫലപ്രദമായിരിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.